ചെമ്പനീർ പൂവിൻ്റെ നാളത്തെ പ്രൊമോ റിവ്യൂയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. സച്ചി ആവട്ടെ സോഫയിൽ ഇരുന്നിട്ട് ഒരു ബുക്കൊക്കെ എടുത്തിട്ട് ഇങ്ങനെ വീശിക്കൊണ്ടിരിക്കുകയാണ്. ആ സമയത്ത് 2 ഡമ്പലും കയ്യിൽ പിടിച്ചുകൊണ്ട് നമ്മുടെ സുധി വരികയാണ്. സുധി വന്നിട്ട് പറയണം, അമ്മേ ഞാൻ ജോഗിങ്ങിന് പോവാണ്, ജോഗിങ് കഴിഞ്ഞ് വന്നു കഴിഞ്ഞാൽ എനിക്ക് ചൂടുവെള്ളം വേണം കുളിക്കാൻ കേട്ടോ അമ്മേ എന്ന് പറഞ്ഞുകൊണ്ട് സുധി പുറത്തേക്ക് പോവുകയാണ്. അത് കഴിഞ്ഞിട്ട് രേവതിയെ വിളിക്കുകയാണ് ചന്ദ്രമതി. രേവതി എന്താ അതെ സുധി വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ അവന് കുളിക്കാൻ ചൂടുവെള്ളം വേണം, നീ വേഗം റെഡിയാക്കുമെന്ന് പറയണേ. ഇത് കേൾക്കുമ്പോൾ സച്ചിക്ക് ഇങ്ങനെ കലി വരികയാണ്. സച്ചി എന്താ ചെയ്യും, വേഗം പോയിട്ട് ആ തിളച്ച ചൂടുവെള്ളം എടുത്ത് കൊണ്ടുവന്നിട്ട് വേഗം ആ ബാത്റൂമിൽ കൊണ്ടുവന്നിട്ട് ഒഴിച്ചിട്ട് അവിടെ നിന്ന് അങ്ങോട്ട് മുങ്ങാൻ കേട്ടോ. സുധി ജോഗിങ് ഒക്കെ കഴിഞ്ഞ് വന്നിട്ട് നോക്കുമ്പോൾ ചൂടുവെള്ളം കാണുകയാണ്. അപ്പോൾ സുധി അങ്ങനെ തന്നെ എടുത്തിട്ട് മേത്തിക്ക് ഒഴിക്കണം, മേലെ ആകെ പൊള്ളുകയാണ് കേട്ടോ. ബാത്റൂമിൽ കിടന്ന് അലറി വിളിച്ചുകൊണ്ട് പുറത്തേക്ക് വരികയാണ്. അപ്പോൾ ചന്ദ്രമതി ചോദിക്കണം, എന്താ മോനെ എന്താ പറ്റി? അമ്മ അതിലാകെ മൊത്തം തിളച്ച വെള്ളമാണ് അമ്മ എന്ന് പറയുന്നത്. ആരാ എൻ്റെ മോനെ തിളച്ച വെള്ളം കൊണ്ട് ഒഴിച്ചതെന്ന് പറയുമ്പോൾ വേറെ ആരുമല്ല, ഞാൻ തന്നെയാണ്. ഇനി അതിന് രേവതിനെ കുറ്റം പറയാൻ വേണ്ടിയിട്ട് വരണ്ട. നിങ്ങളെല്ലാവരും കേട്ടോ, എൻ്റെ ഭാര്യ രേവതി ഇവിടെ എല്ലാവർക്കും വേണ്ടിയിട്ട് ഇങ്ങനെ ചൂടുവെള്ളം ഉണ്ടാക്കി തരാൻ വേണ്ടിയിട്ട് മാത്രമല്ല ഇവിടെ ഇരിക്കുന്നത്. അവരവർക്ക് വേണ്ടത് അവരവർ ചെയ്യുക. വെറുതെ എൻ്റെ ഭാര്യനെ പണിയിപ്പിക്കാൻ നോക്കി കഴിഞ്ഞാൽ എല്ലാവർക്കും ഇതേപോലത്തെ പണിയാവും ഞാൻ തരാൻ പോവാണെന്ന് പറയാൻ കേട്ടോ.